ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ കണ്ടതുമാതിരി നമ്മളെങ്ങനെ ഒരു ബോട്ടിൽ പൊട്ടിത്തെറിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുള്ളത്. ആദ്യമായി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരാണ് നമുക്ക് വേണ്ടത്. പിന്നീട് നമുക്ക് കുറച്ച് റബ്ബർ ബാൻഡുകൾ വേണം. പിന്നെ നമ്മുടെ മെയിൻ സംഭവം വിനിഗർ, അതായത് സുർക്ക. അച്ചാറൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന സാധനമാണ് വിനിഗർ എന്നുള്ള സുർക്ക എന്ന് പറയും നമ്മൾ. പിന്നെ നമുക്കൊരു കാലി ബോട്ടിലാണ് വേണ്ടത്. പിന്നെ മെയിൻ സംഭവമാണ് നിങ്ങൾ കാണുന്ന ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡ എന്തായാലും അത്യാവശ്യമായ സംഭവമാണ്. നിങ്ങൾക്ക് പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ബേക്കിംഗ് സോഡയും വിനിഗറും വെച്ച് നമ്മൾ ഒരു വോൾക്കാനോ അല്ലെങ്കിൽ ഒരു അഗ്നിപർവ്വതമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ സെയിം തന്നെയാണ് ഇതിൽ വരുന്നത്, പക്ഷെ മാറ്റേണ്ടെന്നുള്ളൂ. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് വേണ്ടത്. ടിഷ്യൂ പേപ്പർ ഞാൻ നടും മടക്കിയിട്ട് അവിടെ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമ്മൾ മടക്കിയെടുക്കാം. ഞാൻ മടക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അതേപോലെ നമ്മൾ നീളത്തിലിട്ടിട്ട് റൗണ്ടാക്കിയിട്ട് മടക്കി നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതേമാതിരി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക, എന്നാലും ബോട്ടിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് നീളത്തിൽ ബേക്കിംഗ് സോഡയിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മടക്കിയെടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വിനീഗർ, അതായത് സുർക്ക ആണ് നമ്മൾ എടുക്കുന്നത്. പൊട്ടിച്ചിട്ട് നേരത്തെ എടുത്ത് വെച്ച കാലി ബോട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പകുതിയിലധികം നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പകുതിയിലധികം നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കണം. പകുതി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് എക്സ്പോഷൻ റെഡി ആവില്ല. അതിനെക്കൊണ്ട് പകുതിയിലധികം നമ്മൾ ഒഴിക്കണം. അങ്ങനെ നമ്മൾ വിനീഗർ പകുതിയിലധികം ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ബോട്ടിൽ. ഇനി നമുക്ക് അടുത്തിലേക്ക് കിടക്കാം. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലായി. ഏകദേശം ഞാൻ ഈ എടുത്ത അളവ് തന്നെ നിങ്ങൾ എടുക്കണം, കുറഞ്ഞു പോകരുത് ഒരിക്കലും. ഇപ്പോൾ നമ്മൾ വിട്ടിട്ടാണ് വെച്ചില്ല, കാരണം മേലേക്കൊക്കെ തെറിക്കാൻ ചാൻസ് കൂടുതൽ. കാരണം ഈ വെള്ളം തെറിക്കും, പൊട്ടിത്തെറിക്കുമ്പോൾ വിട്ട് വെക്കുക. കുട്ടികളെ കാണാൻ മുതിർന്നവരുണ്ടെങ്കിൽ മാത്രം ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിതൊരു വിട്ടിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ഒരു കല്ലിന് മുകളിൽ കയറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതേമാതിരി വെക്കാൻ നോക്കുക. ഇനി നമ്മൾ നേരത്തെ റൗണ്ട് ചെയ്തെടുത്ത ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം നമ്മൾ റൗണ്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നമുക്ക് ഈ ബോട്ടിലേക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുത്തിട്ട് മൂടി അടയ്ക്കണം. പെട്ടെന്ന് ഞാൻ ചെയ്യുന്ന മാതിരി തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ കുപ്പിയിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ അടയ്ക്കുക, കാരണം ഗ്യാസ് ഫോം ചെയ്യും. ആ ഗ്യാസ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നമ്മളപ്പുറത്തന്നെ മൂടി അടച്ച് വെച്ച് കുലുക്കി വെച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടിൽ ഒന്നാകെ വീർത്ത് വന്നിട്ടുണ്ട്. കാരണം ഒരു ബലൂണൊക്കെ വീർക്കുന്ന ഫീലിങ്ങൊക്കെ വന്നിട്ടുള്ളത്. കാരണം അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ആയിട്ട് നിറഞ്ഞു വരികയാണ് ബോട്ടിനുള്ളിൽ. നമ്മുടെ ബോട്ടിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡാണ് ഫോമായി വരുന്നത് വിനീഗറും ബേക്കിംഗ് സോഡയും ഇടുമ്പോൾ. ആ ഗ്യാസ് അതിൽ ഫില്ലായി നിൽക്കണം. അപ്പോൾ നമ്മൾ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ബോട്ടിൽ പൊട്ടിത്തെറിക്കാവുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. കണ്ടില്ലേ, അടിപൊളി നമ്മുടെ ബോട്ടിലൂടെ പൊട്ടിത്തെറിക്കാനുണ്ടായത്. കണ്ടില്ലേ, നമ്മുടെ ബോട്ടിൽ അടിപൊളിയായിട്ട് നമ്മൾ പൊട്ടിത്തെറിച്ചത്. നമ്മൾ പൊട്ടിയ ബോട്ടിലാണ് കണ്ടില്ല, ഇത്രയും ഇതിലാണ് പവറിലാണ്. കാരണം ഒരു ബേക്കിംഗ് സോഡയും വിനീഗറിൻ്റെയും പവറാണ് നിങ്ങളിത് കാണണം. ഒരു ബോട്ടിൽ പൊട്ടിയാകെ ഇതായി പോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മൂടിൻ്റെ വശമൊക്കെ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സംഭവം ഉണ്ടാകാനുള്ള ഒരു സയൻറ്റിഫിക് കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ബേക്കിംഗ് സോഡയിൽ നമ്മൾ വിനീഗർ ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ വിനീഗറിൽ ബേക്കിംഗ് സോഡ ഒഴിക്കുന്ന സമയത്ത് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പണ്ട് വോൾക്കോനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ, അതായത് അഗ്നിപർവ്വത സ്കൂളിലൊക്കെ എക്സ്പെരിമെൻറ്റ് ഉണ്ടാകുമ്പോൾ വന്നിരുന്നത്. ഈ ഗ്യാസിനെ നമ്മൾ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ ബോട്ടിൽ അടച്ചു വെക്കുമ്പോൾ അത് പ്രഷർ താങ്ങാൻ പറ്റാതെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തീർച്ചയായും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.